ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സുവിശേഷ വായനയിൽ ദൈവമക്കൾക്ക് എല്ലാവർക്കും തരാൻ ആഗ്രഹിക്കുന്നത് ദൈവിക സന്ദേശം, ദൈവിക ദൂത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്ന നിങ്ങൾ എല്ലാ ദൈവമക്കളോടും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് പ്രധാനമായിട്ടും ബ്രദറിന് പറയാൻ ആഗ്രഹമുള്ള പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. തമ്പുരാന്റെ സന്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. നിങ്ങൾ എല്ലാവരും ഭയഭക്തിയോട് ബഹുമാനത്തോടു കൂടി ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദൈവിക കൃപ നിങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദൈവ സന്ദേശം വായിക്കുന്നത്. എല്ലാവരും ഒന്ന് കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗ മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യം നമുക്ക് ദൈവവചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. വിശുദ്ധ ഗ്രന്ഥം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിലുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറൂസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനും ആയിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അന്നൊരിക്കൽ യേശു ഗലീലിയ നസ്രത്തിൽ നിന്നും വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാൻ എന്ന സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താൻ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലിയ കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമിയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്നു വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകക്കാരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. പരസ്പരം പറഞ്ഞു, ഇതെന്ത്?
അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലിയയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്നും അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് തിരുവചന അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗഖ്യം കൊടുക്കുന്ന ഒരു കർത്താവിനെ, രോഗശാന്തി കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ്. തീർച്ചയായിട്ടും കർത്താവ് രോഗശാന്തി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഘട്ടങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക. നിങ്ങളെല്ലാവരും വചനം വായിക്കുന്നതിൽ കൂടുതൽ താല്പര്യമുള്ള ദൈവമക്കളായി വളർന്നു വരിക. കാരണം ദൈവവചനം അനുഗ്രഹത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകളെ, അശുദ്ധി, അന്ധകാര പീഠകളെ നിർവീര്യം ചെയ്യാനുള്ള അധികാരമുള്ള ദൈവവചനമാണ് ഈ പറയുന്ന വചനങ്ങളെല്ലാം. നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ ദൈവവചനം പരിശീലിപ്പിച്ചാൽ ആ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായും രോഗശാന്തിയായും അതുപോലെ അഭിഷേകമായി വരുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് തന്നെ ഈ വിശുദ്ധ വേദ പുസ്തകമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെയും കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ചും കർത്താവിൻ്റെ സന്ദേശം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ എന്ന ആ പ്രിയപുത്രനാണ് കർത്താവായ യേശു തമ്പുരാൻ. ഇവിടെ നമുക്ക് രോഗശാന്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതുപോലെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ, അതുപോലെ ഈശോയുടെ ദൗത്യം എന്തായിരുന്നു എന്നും ആദ്യകാലത്തെ ശിഷ്യന്മാർ ആരായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ 3-4 സൗഖ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണ്? 1 പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു, 2 ശിമിയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു, 3 എന്താണ്? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. കാരണം ഇത്രയും വലിയൊരു സൗഖ്യം ഈ 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും 1 മിനിറ്റ് പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ പൊന്നു തമ്പുരാനെ,
ഈ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് അനേകം മക്കൾക്ക് അനുഗ്രഹമായും അഭിഷേകമായും ഈ സന്ദേശം കേൾക്കുന്നവർക്ക് തന്നെ അത് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും അനുഗ്രഹവും അഭിഷേകവുമായി തീരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം.